കൊച്ചി വാട്ടർ മെട്രോ കൂടുതൽ മേഖലകളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കുന്നു. മുളവുകാട് നോർത്ത്, സൗത്ത് ചിറ്റൂർ, ഏലൂർ, ചേരാനെല്ലൂർ എന്നീ 4 ടെർമിനലുകളിലേക്കാണ് സർവീസ് ആരംഭിക്കുന്നത്. മാർച്ച് 14-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിപുലീകരിച്ച സർവീസുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും. കൂടുതൽ മേഖലകളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കൊച്ചി വാട്ടർ മെട്രോ. മുളവുകാട് നോർത്ത്, സൗത്ത് ചിറ്റൂർ, ഏലൂർ, ചേരാനെല്ലൂർ എന്നീ 4 ടെർമിനലുകളിലാണ് പുതിയതായി ആരംഭിക്കുന്നത്. പുതിയ ടെർമിനലുകൾ വ്യാഴാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ബഹുമാനായ മുഖ്യമന്ത്രി 14-ാം തീയതി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് നാടിന് സമർപ്പിക്കും. അത് 2 റൂട്ടുകളാണ് വരുന്നത്. ഒന്ന് ഹൈക്കോർട്ട്, ബോൾഗാട്ടി, മുളവുകാട് നോർത്ത്, സൗത്ത് ചിറ്റൂർ. മറ്റൊന്ന് സൗത്ത് ചിറ്റൂർ, ഏലൂർ, ചേരാനല്ലൂർ. അങ്ങനെ 2 റൂട്ടുകളാണ് ഈ നാടിന് സമർപ്പിക്കുന്നത്. വാട്ടർ മെട്രോ ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു സംവിധാനമായി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മാറി. സാധാരണ യാത്രക്കാരുടെ മെട്രോ മറ്റേ മെട്രോടൊപ്പം തന്നെ നമ്മുടെ ദ്വീപ് നിവാസികളുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായകരമായ ഒരു പദ്ധതി എന്ന നിലയിലാണ് വാട്ടർ മെട്രോ വിഭാവനം ചെയ്തത്. സർവീസ് ആരംഭിച്ച് 10 മാസം പിന്നിട്ടപ്പോൾ 3 റൂട്ടുകളിൽ 17.5 ലക്ഷത്തിലധികം ആളുകളാണ് കൊച്ചി വാട്ടർ മെട്രോ യാത്ര ചെയ്തത്. പരിസ്ഥിതി സൗഹാർദ്ദപരമായി ഒരുക്കിയിരിക്കുന്ന കൊച്ചി വാട്ടർ മെട്രോ സംസ്ഥാനത്തെ സംബന്ധിച്ച് ചരിത്ര നേട്ടം തന്നെയാണ്. സർവീസ് ആരംഭിച്ച് ചുരുങ്ങിയ കാലയളവിൽ തന്നെ ലോക ശ്രദ്ധ നേടാൻ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് സാധിച്ചു. നിലവിൽ ഹൈക്കോർട്ട് ജംഗ്ഷൻ, വൈപ്പിൻ, ബോൾഗാട്ടി, വൈറ്റ്ല, കാക്കനാട് എന്നീ 3 റൂട്ടുകളിലായി 13 ബോട്ടുകളാണ് കൊച്ചി വാട്ടർ മെട്രോയ്ക്കായി സർവീസ് നടത്തുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.